നല്ല ജലദോഷമുണ്ട്, ഡോക്ടറെ കാണിച്ച് ആൻറ്റിബയോട്ടിക് വാങ്ങിക്കണം. നല്ല വയറിളക്കമുണ്ട് അല്ലെങ്കിൽ ഛർദിയുണ്ട്, ഡോക്ടറെ കാണിച്ച് ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചാലേ മാറുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് പലർക്കുള്ളത്. ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ അനാവശ്യ സമയങ്ങളിൽ, അനാവശ്യ അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ഉടലെടുത്താൽ അതുവഴി ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഈ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ നമ്മുടെ അസുഖം മാറില്ല. അപ്പോൾ അതിൽ കൂടുതൽ ഡോസുള്ള ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. ആൻറ്റിബയോട്ടിക് വൈറസിനെതിരെ ഫലിക്കില്ല. ഭൂരിഭാഗം ജലദോഷപ്പനികളും നമുക്കുണ്ടാകുന്നത് വൈറസ് കാരണമാണ്. അതിനെതിരെ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് ഫലം ഉണ്ടാകും? നമ്മുടെ ശരീരത്തിൽ ഈ ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയും നമുക്കൊരു അസുഖം വരുമ്പോൾ ആ ബാക്ടീരിയകൾ കൂടുതൽ എണ്ണമുള്ളത് കൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാൻ ആ ആൻറ്റിബയോട്ടിക് പോരാ, പുതുതായി കണ്ടുപിടിക്കപ്പെട്ട ഡോസുള്ള അതിനേക്കാൾ വീര്യം കൂടിയ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ വയറിളക്കം വന്നു കഴിഞ്ഞാൽ മിക്കവാറും വയറിളക്കം വൈറസ് കൊണ്ടായിരിക്കും. ഈ ബാക്ടീരിയ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ ഈ ഫുഡിലുള്ള ആ ബാക്ടീരിയ ഉണ്ടാക്കിയ പോയ്സൺ കൊണ്ടായിരിക്കും നമുക്ക് വയറിളക്ക രോഗം ഉണ്ടാകുന്നത്, ബാക്ടീരിയ കൊണ്ടായിരിക്കില്ല. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ആൻറ്റിബയോട്ടിക്കിന് റോളുണ്ടോ? ഇല്ല. മിക്കവാറും വയറിളക്ക രോഗങ്ങളിൽ ആൻറ്റിബയോട്ടിക്കിന് റോളില്ല എന്നുള്ളതാണ്. റോളുള്ള അവസരങ്ങളുണ്ട്. 1940 ആദ്യമായിട്ട് പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത്. ആ സമയത്ത് ഈ മരുന്ന് കണ്ടുപിടിച്ചപ്പോൾ വളരെ അത്ഭുതമായിരുന്നു. വിശ്വകരന്മാർക്കെല്ലാം മരുന്ന് കൊടുക്കുന്നു, അതുവരെ മാറാത്ത അണുബാധ മാറി കിട്ടുന്നു. അതുവരെ മരണത്തിന് കീഴടങ്ങിയിരുന്ന പല അസുഖങ്ങളിൽ നിന്നും 1-2 ദിവസങ്ങളിൽ മരുന്ന് കഴിച്ച് അസുഖം ഭേദമാകുന്നു. വളരെ അത്ഭുതമായിരുന്നു. വളരെ വലിയ പ്രതീക്ഷയായിരുന്നു ലോകത്തിനുണ്ടായിരുന്നത്. 1945 ആയപ്പോഴേക്കിനും ആദ്യമായി കണ്ടുപിടിച്ച പെനിസിലിനെതിരെ അതിജീവന ശേഷിയുള്ള ബാക്ടീരിയകൾ ഉടലെടുക്കുകയും അതിനെ പ്രതിരോധിക്കണമെങ്കിൽ, ആ ബാക്ടീരിയയെ നശിപ്പിക്കണമെങ്കിൽ അതിനേക്കാൾ ശക്തമായ ആൻറ്റിബയോട്ടിക് വേണമെന്ന് മനസ്സിലാക്കുകയും പുതിയ ഗവേഷണങ്ങളിലൂടെ പുതിയ ആൻറ്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ എന്നിവ കണ്ടുപിടിക്കപ്പെടുകയും 1960 ആയപ്പോഴേക്കിനും ഈ സ്ട്രെപ്റ്റോമൈസിനെതിരെ പ്രവർത്തിക്കുന്ന, അതിനെ അതിജീവിക്കുന്ന ബാക്ടീരിയകൾ ഉടലെടുക്കുകയും അതുപോലെ TB, നമ്മുടെ ക്ഷയരോഗത്തിന് കാരണമാകുന്ന അണുക്കൾ മരുന്നുകൾക്കെതിരെ പ്രതിരോധ ശക്തി നേടുകയും TBയെ നമുക്ക് തീർത്ത് കളയാം, അതിനെ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യാം എന്ന പ്രതീക്ഷകൾക്ക് വെല്ലുവിളിയായി പുതിയ മരുന്നുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന TB രോഗാണുക്കൾ, ക്ഷയരോഗാണുക്കൾ ഉടലെടുക്കുകയും അതിനെതിരെ പുതിയ മരുന്ന് നമ്മൾ ഗവേഷണത്തിലൂടെ കണ്ടുപിടിക്കുകയും 1980കളിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്, ഒരേ സമയം തന്നെ 2-3 മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയകൾ ഉടലെടുത്തു. 2000 ആയപ്പോഴേക്കിനും XDR-TB, എക്സ്റ്റൻഡഡ് റെസിസ്റ്റൻസ്, വളരെ ഒരുപാട് മരുന്നുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള അണുക്കൾ, മൈക്രോബിയൽ അണുക്കൾ, ബാക്ടീരിയകൾ ഉടലെടുക്കുകയും ഇപ്പോൾ ലോകത്ത് വിശ്വകരന്മാർ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇവരെല്ലാം ഭയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം മരുന്നുകൾക്കെതിരെ ഈ അണുക്കൾ രോഗപ്രതിരോധ ശേഷി, അതായത് അണുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആൻറ്റിബയോട്ടിക് ഒരു രോഗമാണ്. ഈ ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നേടിയെടുക്കുന്നു എന്നുള്ളതാണ് അപകടകരമായ കാര്യം. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ചെറിയൊരു മുറിവുണ്ടാകുന്നു, ഷുഗറുള്ള രോഗിയാണെങ്കിൽ മാറാൻ സമയമെടുക്കും. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കും, പെട്ടെന്ന് മാറുന്നു. സർജറി ചെയ്യുന്നു, വയറ് കീറി ഓപ്പറേഷൻ ചെയ്യുന്നു, ആ സമയത്ത് മുറിവുണങ്ങാൻ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നു. ക്യാൻസർ രോഗിയുടെ മുറിവ് മാറാൻ നിർബന്ധമായും ചിലപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. ഈ സമയങ്ങളിൽ ബാക്ടീരിയകൾ പ്രതിരോധ ശക്തിയുള്ള ഈ ആൻറ്റിബയോട്ടിക്കിനെതിരെ അതിജീവന ശേഷിയുള്ള ബാക്ടീരിയ ആണ് എങ്കിൽ, അതിനെതിരെയുള്ള മരുന്ന് നമുക്ക് ലഭ്യമല്ല എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പ്രയാസകരമായിരിക്കും. ഓപ്പറേഷൻ ചെയ്ത മുറിവുണങ്ങില്ല, ക്യാൻസർ രോഗികളുടെ ചികിത്സ പ്രയാസമായിരിക്കും. നമുക്ക് കാലിൽ ആണി കുത്തിയാൽ ഒരു മുറിവ് ഉണ്ടായാൽ അത് ഉണങ്ങി കിട്ടാൻ
അത് ഉണങ്ങാതെ മുറി പഴുക്കുന്ന ഒരവസ്ഥ വരും. ഇത് വരാതിരിക്കണമെങ്കിൽ ആൻറ്റിബയോട്ടിക്കിനെ നമ്മൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണം. അതിനെ സെലക്റ്റീവായി ഉപയോഗിക്കണം. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്കുകൾ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ചോദിച്ചു വാങ്ങി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, ഡോക്ടറെ ജലദോഷമുണ്ട്, നല്ല ജലദോഷമുണ്ട്, പെട്ടെന്ന് മാറണം, ഒരു ആൻറ്റിബയോട്ടിക് വേണം, അല്ലെങ്കിൽ വയറിളക്കം ഉണ്ട്, ഒരു ആൻറ്റിബയോട്ടിക് വേണം, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഫാർമസിസ്റ്റിനോട് ആൻറ്റിബയോട്ടിക് വേണം എന്ന് ചോദിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാശിക്കുണ്ടാവുന്ന വെല്ലുവിളി, അതിനു മുമ്പ് അത് കഴിക്കുന്ന ആൾക്കാണ് വെല്ലുവിളി. ഇപ്പം ആരാണോ ആൻറ്റിബയോട്ടിക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അവർക്ക് പിന്നീട് ഒരു അസുഖം വരുമ്പോൾ അത് സാധാരണ ഗുളികമ്മ തീരില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ചെറിയ ഗുളികമ്മ മാറേണ്ടിയിരുന്ന അസുഖം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സൂചി വെച്ചാലേ മാറൂ എന്നൊരവസ്ഥ വന്നാൽ ആ വ്യക്തിക്കാണ് നഷ്ടം. ഹോസ്പിറ്റലിനും സമൂഹത്തിനുമാണ് നഷ്ടം. സമൂഹത്തിനും രാഷ്ട്രത്തിനുമാണ് നഷ്ടം.